നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഉള്ള ജോലി നഷ്ടപ്പെട്ടില്ലേ? എന്തുകൊണ്ടാ? അവരെ പിണക്കിയിട്ട്. അതല്ലാന്ന് അച്ഛന് പറയാൻ പറ്റുമോ? സുലോചനെ, നീ പോടുന്ന. അവൾ ആകെ വിഷമത്തിൽ കരഞ്ഞു കിടക്കുമ്പോഴാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഗോപികെ, നീ വാ, നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. ഈ നാട്ടിൽ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? വേണ്ട മുത്തശ്ശ, സ്കൂളിലെ ജോലി ഏതായാലും പോയി. ഞാനില്ലെന്നറിഞ്ഞ പിന്നെ അവർ സ്കൂളിൽ ചെല്ലില്ല. പോലീസ് ചെന്ന് പരാതി പിൻവലിച്ചില്ലെങ്കിൽ അവരിനിയും വരും. സ്കൂളിലില്ലാന്ന് കണ്ടാ ഇവിടെ വരും. ഒരു പരാതിയും കൂടി കൊടുത്താ അവർക്ക് വാശി കൂടുകയല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് അവര് പറയുന്നത് പോലെ ആ ഭദ്രനെതിരായിട്ടുള്ള പരാതി പിൻവലിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ അവരടങ്ങിയിരിക്കില്ല. ആവശ്യത്തിലധികം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീടാനായിട്ട് അമ്മയും ഞാനും ശരിക്കും ബുദ്ധിമുട്ടി. എന്തെല്ലാം സഹിച്ചു. ഇപ്പൊ വീട് വിറ്റിട്ടായാലും കടമെല്ലാം തീർത്തില്ലേ? ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. മോളെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറയുന്നേ. ആകെ ഉണ്ടായിരുന്ന ജോലിയും പോയില്ലേ, ഇനി എന്ത് ചെയ്യും? എല്ലാവർക്കും കൂടി പട്ടിണി കിടന്ന് ചാവാം, അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാന്? പട്ടിണി കിടന്ന് ചത്താലും ആ തൊള്ളയുടെ ഭദ്രന്റെ മുന്നില് തല കുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇപ്പോഴെടുത്ത തീരുമാനം ശരി. ഇപ്പൊ കേസ് പിൻവലിച്ചാ ആ സ്വർണ്ണ തൊള്ളയുടെയും പിന്നാക്ക മോന്റെയും തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കുന്ന പോലെ ആവില്ലേ? സ്കൂളിലെ ജോലി പോകുന്നെങ്കിൽ പോട്ടെ. എന്റെ കഴിവിനും അറിവിനും വേറെ സ്കൂളിലെ ജോലി കിട്ടും. ഈ നിമിഷം മുതൽ ഞാൻ പുതിയ ജോലിക്ക് ശ്രമിക്കും. പക്ഷെ ആ ഭദ്രന്റെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അതെ മോളെ, നിന്റെ തീരുമാനമാണ് ശരി. പക്ഷെ സ്കൂളിൽ കയറി വന്ന് ഇത്തരം കൊള്ളരുതായ്മ ചെയ്തവരെ ശിക്ഷിക്കണ്ടേ? സ്കൂളിലെ പ്രിൻസിപ്പലിന് പരാതി ഉണ്ടെങ്കിൽ അവര് കൊടുക്കട്ടെ. എത്ര നാളും ആത്മാർത്ഥതയോടെ പഠിപ്പിച്ച എന്നെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഒരു അന്വേഷണം പോലും നടത്താതെ പിരിച്ചുവിട്ടില്ലേ മുത്തശ്ശ? ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് എന്നെ ഡിസ്മിസ് ചെയ്യുന്നു പ്രിൻസിപ്പൽ പറഞ്ഞില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ലേ മുത്തശ്ശ? ഇനി ഞാൻ ആ കുട്ടികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്നലെ വരെ ദേവിക ടീച്ചർ എന്ന് പറഞ്ഞ എല്ലാവർക്കും ജീവനായിരുന്നു. എന്നിപ്പോ ഞാൻ എന്റെ കുട്ടികളുടെ മുന്നിൽ ഒരു വൃത്തികെട്ട ടീച്ചറായില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി കരയാതെ ചേച്ചി. മോളെ, വിഷമിക്കണ്ട. എല്ലാം വിധിയാ ചേച്ചി. ഇതിലും നല്ലതെന്തെങ്കിലും ദൈവം നമുക്ക് രചിച്ചിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.